ഹായ് ഹലോ വെൽക്കം ടു നിഹാസ് പ്രപ്പ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഹാഫ് സൺഡേ വ്ലോഗാണ് കേട്ടോ നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് ഞാൻ എണീറ്റു കേട്ടോ. സൺഡേസിലായാലും എല്ലാ ദിവസവും എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്ന ഒരു 4 മണിക്ക് എണീക്കലാണ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞ് ഫസ്റ്റ് പരിപാടി ബെഡൊന്ന് സെറ്റ് ചെയ്തിടുകയാണ്. അത് കാണുമ്പം തന്നെ ഒരു വല്ലാത്ത സമാധാനമാണ്. അത് സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന ഒരു ഉറക്ക ക്ഷീണമൊക്കെ അങ്ങ് പോയി കിട്ടി. പിന്നെ ഒരു 4:30 ആയി കേട്ടോ പഠിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ. 4:30 ആയപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു. പഠിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ എന്നും ചെയ്യുന്ന പരിപാടി പ്രാർത്ഥനയാണ് കേട്ടോ. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കും, ജസ്റ്റ് ഒന്ന് എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ അത് അത്രയൊന്ന് കഴിയുമ്പം തന്നെ എനിക്കെന്തോ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് സെറ്റാവും എന്നുള്ളൊരു വല്ലാത്ത കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ വചനത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് എടുത്ത് ഒരു വചനം എടുത്ത് നോക്കി കേട്ടോ. അത് നോക്കിയപ്പോൾ രാവിലെ എനിക്ക് ഒരു അടിപൊളി വചനമാണ് കിട്ടിയത്. അതൊക്കെ കണ്ടപ്പം തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസായി. ഇന്നത്തെ ദിവസം പൊളിക്കുമെന്ന് എനിക്ക് ഉറപ്പായി കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കാൻ ബുക്കെടുക്കാൻ പോയതും ദേ കിടക്കുന്ന എൻ്റെ കുപ്പി തുറന്നിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് വെള്ളമെല്ലാം കൂടെ മറിഞ്ഞ് ടേബിളിലെല്ലാം വീണ്. അതും ചൂടുവെള്ളമായിരുന്നു ഗൈസ്. ഞാൻ രാവിലെ തിളപ്പിച്ച് കൊണ്ട് കുപ്പിയിൽ ചെറിയ ചൂടോടെ കൊണ്ട് വെച്ചതാണ്. അതെല്ലാം കൂടി എൻ്റെ മടിയിൽ വീണ് ഞാൻ കരുതി എൻ്റെ കാലൊക്കെ പൊള്ളിയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. പിന്നെ അവിടെ എല്ലാം എടുത്ത് മാറ്റേണ്ടി വന്നു കേട്ടോ എനിക്ക്. എൻ്റെ ബുക്സും എൻ്റെ ബാക്കി എല്ലാ സാധനങ്ങളും ടേബിളിൽ ഇരുന്ന് എല്ലാം എടുത്ത് മാറ്റി. കാരണം ആ ടേബിൾ ക്ലോത്ത് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എല്ലാം മാറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ടേബിളിൻ്റെ സ്പേസ് ഒന്ന് മാറ്റി കട്ടിലിരുന്ന് പഠിക്കാനാക്കി കേട്ടോ. ആദ്യം കസേര എടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷേ എനിക്ക് എന്തോ അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഇരുന്നിട്ടൊരു എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലയെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതായപ്പോഴത്തേക്കും പിന്നെ അത് കളഞ്ഞിട്ട് കുറച്ചുകൂടി താഴ്ന്നായിരുന്നു. അപ്പോൾ സെറ്റായി, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്പേസായി. പിന്നെ ഞാൻ എൻ്റെ ടു ഡു എഴുതി കേട്ടോ. എല്ലാ ദിവസവും രാത്രിയാണ് ഞാൻ സാധാരണ എഴുതാറ്. ഇന്നലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് ടു ഡു എഴുതി. പിന്നെ ഇന്നത്തെ ടു ഡുവിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ടു ഡു ഒക്കെ എഴുതിയിട്ട് ഒരു കോട്ടും ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു കോട്ടും കൂടി എഴുതി വെച്ച് അവിടെ ഞാൻ പഠിക്കുന്നതിൻ്റെ മുന്നിൽ തന്നെ വെച്ചു. കാരണം എപ്പോഴും എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ, അപ്പോൾ എനിക്ക് കൊടുക്കാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് കറണ്ട് അഫെയർസാണ് കേട്ടോ നോക്കി. ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടില്ല കറണ്ട് അഫെയർസ് നോക്കുന്നത്. എന്നാലും ഞാൻ രാവിലെ കുറച്ച് കറണ്ട് അഫെയർസ് എനിക്ക് നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം കറണ്ട് അഫെയർസ്, കാരണം രാവിലെ ഒരു 1.5 hours എനിക്ക് രാവിലെ സൺഡേസിൽ പഠിക്കാൻ കിട്ടാറുള്ളൂ. കാരണം പള്ളിയിൽ പോകണം രാവിലെ. അപ്പോൾ ഒരു 7:15 ആകുമ്പോഴാണ് പള്ളിയിൽ പോകേണ്ടത്. സോ അപ്പോൾ കുറച്ച് ടൈമേ രാവിലെ കിട്ടത്തുള്ളൂ പഠിക്കാൻ സൺഡേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറണ്ട് അഫെയർസ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് രാവിലത്തെ ടൈം. ഒരു 6:30 വരെയൊക്കെ ഞാൻ പഠിച്ചു എന്ന് തോന്നുന്നു. ഒരു 6:30 വരെയൊക്കെ പഠിച്ച് പിന്നെ പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുമായിരുന്നു കേട്ടോ. കാരണം 7:15 പള്ളിയിൽ കുർബാനയാണ്. അപ്പോൾ അതിന് റെഡി ആവണമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം ഗൈസ്. പള്ളിയിൽ പോകാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞ്, കുളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്, മേല് കഴുകിയതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോകാൻ ഷോളൊക്കെ എടുത്ത് റെഡിയായി കേട്ടോ. പിന്നെ പള്ളിയിൽ പോകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. അങ്ങനെ പള്ളിയിൽ നിന്ന് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നടന്നൊക്കെ പോയിട്ടൊക്കെ വന്നതിൻ്റെ ക്ഷീണമുണ്ടല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു, ടി വി കണ്ടു. പിന്നെ പത്രമൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്കും പത്രം കിടക്കുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കി കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ഇഡ്ഡലിയും ചമ്മന്തിക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ റൂം ഞാൻ നോക്കിയപ്പോൾ അത്ര സാറ്റിസ്ഫൈയിങ് ആയിരുന്നില്ല. കാരണം സൺഡേസിൽ സാധാരണ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ കഴിഞ്ഞ സൺഡേ ഞാൻ ക്ലീൻ ചെയ്തില്ല. അപ്പോൾ റൂമിൽ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പൊടി അലർജിയും കൂടി ആയതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി എന്തും ചെയ്യാൻ വിചാരിച്ച് അത്യാവശ്യം ഒരു നല്ലൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ ഞാൻ ചെയ്തായിരുന്നു. ജനലൊക്കെ നല്ലപോലെ തുടച്ച് ബെഡൊക്കെ ഒന്ന് മാറ്റി. ബെഡിൻ്റെ അടിയിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ക്ലീൻ ചെയ്യാത്തതും കൂടെ ആയതുകൊണ്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ജനലൊക്കെ തുറന്നിട്ട് റൂമിനകത്ത് കുറച്ച് എയറൊക്കെ കയറ്റി അങ്ങനെ റൂം ഒരു സെറ്റപ്പാക്കി എടുക്കാനായിരുന്നു. ഈ സൺഡേയിൽ സത്യം പറഞ്ഞാൽ ഒരു ഉച്ചവരെയുള്ള പരിപാടി ഇത് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇതെങ്ങനെയാണ് ഇപ്പം എൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒതുക്കിയെന്ന് വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം. പിന്നെ എല്ലാം ബെഡൊക്കെ വിരിച്ച് എല്ലാം ഇരുന്ന സ്ഥലത്തൊക്കെ വെച്ച് എൻ്റെ ടേബിളൊക്കെ ഉണങ്ങി കേട്ടോ, രാവിലെ വെള്ളം വീണ്. അതെല്ലാം കഴിഞ്ഞ് കേട്ടോ.
പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയി. കുളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറിയൊരു ഹെയർ കെയർ ഒക്കെ ചെയ്ത് പിന്നെ ഒരു കുളിയും കൂടെ പാസ്സാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ സൺഡേയിലെ ഉച്ചവരെയുള്ളൊരു ചെറിയ വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ.